ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള ഭരണകൂട ഐക്യസമിതിയുടെ 20ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ആരംഭിക്കും. ഇൻഡിഗോ പ്രതിസന്ധിക്കിടയിലും വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് 610 കോടി രൂപയുടെ റീഫണ്ട് ലഭ്യമാക്കി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുത്ത് 7 ജില്ലകളിൽ. ഇന്ന് നിശബ്ദ പ്രചാരണം. ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 32 വർഷങ്ങൾക്കു ശേഷം ഷാങ്ഹായിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടം തുറന്ന് ഇന്ത്യ. അഡ്മിറൽ കപ്പിനായുള്ള 14ാമത് പായ്വഞ്ചിയോട്ട മത്സരം ഇന്ന് ഏഴിമല നാവിക അക്കാദമിയിൽ. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 10 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ നാളെ നടക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്താൻ തീരുമാനമെടുത്തത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ പുനരാരംഭിക്കും. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള ദീർഘകാല ശ്രമത്തിന്റെ ഭാഗമാണ് 2 ദിവസത്തെ ചർച്ചകൾ. പുതിയ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചർച്ചകളെന്ന് ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർവ് ഡെൽഫിൻ അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള ഭരണകൂട ഐക്യസമിതിയുടെ 20ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ തുടക്കമാകും. യുനെസ്കോയിലെ ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായ വിശാൽ വി ശർമ്മ സെഷന് നേതൃത്വം നൽകും. യുനെസ്കോ ICH പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി സമർപ്പിച്ച നാമനിർദ്ദേശങ്ങൾ പരിശോധിക്കുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര സഹായം നൽകുക എന്നിവയാണ് 6 ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യം. പ്രകാശത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ദീപാവലിയെ ഈ വർഷത്തെ യുനെസ്കോ അദൃശ്യ പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. സംസ്കാരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ആധുനികവൽക്കരണവും നഗരവൽക്കരണവും ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള അന്തർ സർക്കാർതല സമിതിയുടെ 20ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്മാരകങ്ങളും കയ്യെഴുത്ത് പ്രതികളും മാത്രമല്ല, ഉത്സവങ്ങൾ, കലകൾ, കരകൌശല വൈദഗ്ധ്യം തുടങ്ങിയവയും ചേർന്നാണ് സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇന്ത്യ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്തർ സർക്കാർ തല സമിതിയുടെ 20ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Key dimension of that engagement is preservation of intangible heritage. In doing so, we acknowledge that traditions, languages, rituals, music, craftsmanship, festivals and performing arts are invaluable aspects of human inheritance. ഭാവി തലമുറകൾക്ക് ലോകത്തിന്റെ പരമ്പരാഗത ജ്ഞാനമറിയാൻ കഴിയുന്ന തരത്തിൽ ഇവ സംരക്ഷിക്കപ്പെടണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,94,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിൽ 50 കോടിയിലധികം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,70,22,663 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് പോളിംഗ്. പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ വിവിധയിടങ്ങളിലായി ആയിരങ്ങൾ പങ്കെടുത്തു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 2ാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ 9 മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. 7 ജില്ലകളിലായി 117 വിതരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 15,432 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. ഇടുക്കിയിൽ കാഞ്ചിയാർ പഞ്ചായത്ത്, കട്ടപ്പന നഗരസഭ, മുട്ടം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഉണ്ടായ സംഘർഷത്തിൽ 9 പേർക്കെതിരെ കേസെടുത്തു. കലാശക്കൊട്ടിനിടെ കൊല്ലം തേവലക്കര ചേനങ്കര ജംഗ്ഷനിൽ LDF BJP പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. മധ്യപ്രദേശിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 10 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 77 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ സുരേന്ദർ എന്ന കബീർ ഉൾപ്പെടെയുള്ളവരാണ് കീഴടങ്ങിയത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇൻഡിഗോ പ്രതിസന്ധിക്കിടയിലും വ്യോമഗതാഗതം സാധാരണ നിലയിലേക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇതുവരെ 610 കോടി രൂപയുടെ റീഫണ്ട് ലഭ്യമാക്കിയതായും 3000-ലേറെ ബാഗേജുകൾ തിരികെ നൽകിയതായും ഇൻഡിഗോ എയർലൈൻ അറിയിച്ചു. ടിക്കറ്റ് നിരക്ക് ഉയരുന്നത് തടയുന്നതിന് കേന്ദ്ര സർക്കാർ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വിമാന സർവീസുകളിലുണ്ടായ തടസ്സങ്ങൾ സംബന്ധിച്ച കാരണം കാണിക്കൽ നോട്ടീസുകൾക്ക് ഇൻഡിഗോ CEO, അക്കൌണ്ടബിൾ മാനേജർ എന്നിവർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുൻപ് മറുപടി നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 32 വർഷത്തിനു ശേഷം ഇന്ത്യ ഷാങ്ഹായിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടം തുറന്നു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ പ്രദീപ് കുമാർ റാവത്തും കോൺസൽ ജനറൽ പ്രദീപ് മാത്തൂറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺസുലേറ്റ് സേവനങ്ങൾ മികച്ചതാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ പ്രദീപ് മാത്തൂർ പറഞ്ഞു. ലഹരി വസ്തു കള്ളക്കടത്തിനെതിരെ നടപടി ശക്തമാക്കി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കൊച്ചി മേഖലാ യൂണിറ്റ്, ഡൽഹി വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം എന്നിവിടങ്ങളിൽ നടത്തിയ ദൌത്യത്തിൽ 7 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളും കണക്കിൽപ്പെടാത്ത പണവും പിടിച്ചെടുത്തു. ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങൾ വ്യോമമാർഗം ലഹരി വസ്തുക്കൾ കൊണ്ടുപോകുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡൽഹി, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം പിടികൂടി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന അഡ്മിറൽ കപ്പിനായുള്ള 14ാമത് പായ്വഞ്ചിയോട്ട മത്സരത്തിന് ഇന്ന് തുടക്കമാകും. അക്കാദമിയോട് ചേർന്ന എട്ടിക്കുളം കടലിലാണ് മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ത്യയ്ക്ക് പുറമെ റഷ്യ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, UAE, ഇന്തോനേഷ്യ, നമീബിയ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങി 35 രാജ്യങ്ങളിലെ നാവിക സേനാംഗങ്ങളാണ് 6 ദിവസം നീണ്ടുനിൽക്കുന്ന പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയും നാഷണൽ ഡിഫൻസ് അക്കാദമിയും മത്സരിക്കും. വിവിധ രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പായ്വഞ്ചിയോട്ട മത്സരം നടത്തുന്നത്. സാംസ്കാരിക പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സിമ്രൻപ്രീത് കൌർ സ്വർണ്ണ മെഡൽ നേടി. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിനാണ് വെള്ളി മെഡൽ. പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് വെങ്കല മെഡലിനായി ഇന്ത്യ മറ്റന്നാൾ അർജന്റീനയെ നേരിടും. ഇന്നലെ ചെന്നൈയിൽ നടന്ന സെമി ഫൈനലിൽ 1-5 ഗോളിന് ജർമ്മനി ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഫൈനലിൽ ജർമ്മനി സ്പെയിനിനെ നേരിടും. ഗോവ അർപ്പോരയിലെ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ ജനറൽ മാനേജറും 3 ജീവനക്കാരും അറസ്റ്റിൽ. നൈറ്റ് ക്ലബിന്റെ ഉടമകൾ, മാനേജർ, പരിപാടിയുടെ സംഘാടകർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് അന്തിമ വിധി ഉണ്ടായേക്കും. 8 വർഷത്തിലേറെ നീണ്ട കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് വിധി പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള ഭരണകൂട ഐക്യസമിതിയുടെ 20ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ആരംഭിക്കും. ഇൻഡിഗോ പ്രതിസന്ധിക്കിടയിലും വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് 610 കോടി രൂപയുടെ റീഫണ്ട് ലഭ്യമാക്കി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുത്ത് 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം.
ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 32 വർഷങ്ങൾക്ക് ശേഷം ഷാങ്ഹായിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടം തുറന്ന് ഇന്ത്യ. അഡ്മിറൽ കപ്പിനായുള്ള 14ാമത് പായ്വഞ്ചിയോട്ട മത്സരം ഇന്ന് ഏഴിമല നാവിക അക്കാദമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.